ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിഡിലം ഒരു RBI അപ്രൂവ്ഡ് NBFC ആണ്. അതായത് പുതുതായി ഫോം ചെയ്ത ഒരു കിഡിലം NBFC കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, ഈ കോവിഡിന് ശേഷം നമ്മുടെ മിക്കുള്ള ആൾക്കാരുടെയും 100-ൽ ഒരു 70% ആൾക്കാരുടെയും സിബിൽ സ്കോറിൽ ഗണ്യമായ കുറവുകൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, ഈ ഒരു കോവിഡ് പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് സാമ്പത്തിക ഇഷ്യൂസ് കൊണ്ട് തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതിനെ മുൻനിർത്തിയായിരിക്കും നമ്മുടെ പല NBFCയും ഇപ്പോൾ കടന്നു വരുന്നത്. അതായത് നമുക്ക് സിബിൽ സ്കോർ ഇത്ര മതി, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് -1 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, LLP, അങ്ങനെ എല്ലാ കമ്പനികളും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഒരുപാട് കമ്പനീസുകൾ, ഒരുപാട് NBFCകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു NBFCയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ആദ്യമേ പറയാനുള്ളത്, ഈ ഒരു NBFC സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ലോൺ കൊടുക്കുന്നതാണ്. സാലറി ഉള്ളവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ മുമ്പ് നമ്മൾ ചെയ്യുമായിരുന്നു V-RISE 12,000 രൂപ നെറ്റ് സാലറിയിൽ V-RISE ലോൺ കൊടുക്കുമായിരുന്നു. പക്ഷെ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും സിബിൽ ചെക്കിങ്ങും എല്ലാം കുറച്ച് ഒരു ലെങ്തി, മീൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇവർ അത്രയും സ്ട്രിക്റ്റ് അല്ല, വളരെ നേരത്തെ രീതിയിലെന്ന് പറയാം. ചെക്കിങ് കാര്യങ്ങളും എല്ലാം നോക്കുന്നത്, അതായത് സിബിലും മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നോക്കുന്നത് വളരെ ലളിതമായി തന്നെയാണ്. നിങ്ങൾക്ക് മിക്കുള്ള ആൾക്കാർക്കും ഇതിൽ നിന്ന് ലോൺ കിട്ടും എന്നാണ് എൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ. പിന്നെ അധികം വെയിറ്റിംഗ് ടൈം ഒന്നും തന്നെ വേണ്ട, ക്വിക്ക് അപ്രൂവൽ ആണ്. ഒരു ഹിഡൻ ചാർജസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഫോഴ്സ് ക്ലോസ് ചാർജസ് ഒന്നും ഇല്ല ഇതിൽ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് ലോൺ എടുത്തു, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു കുറച്ച് പൈസ കിട്ടി നിങ്ങൾക്ക് ഒരുമിച്ച് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം. അതിന് പ്രത്യേക ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ ലോൺ ലഭിക്കുന്നതാണ്. സിബിൽ സ്കോർ അവർ പറയുന്നത് 575 മാത്രം മതി എന്നാണ് പറയുന്നത്. ഇനി പിന്നെ KYC, അതായത് നോ യുവർ കസ്റ്റമർ അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇത് മൂന്നും മാൻഡേറ്ററി. സ്വന്തം നമ്പർ തന്നെ യൂസ് ചെയ്യുക. അതെല്ലാവരും അങ്ങനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ പേര് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോകും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ മൊബൈൽ ആപ്പിന്റെ പേര് അല്ലെങ്കിൽ NBFCയുടെ പേര് ASAP ലോൺ എന്നാണ്, ASAP ഫിനാൻസ് എന്നാണ്. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ആധാർ കാർഡിൽ എൻ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് OTP കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ബേസിക് കാര്യങ്ങൾ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അത് ഓപ്ഷനിലാണ്, ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. സാലറി ഇടാൻ ആ ഓപ്ഷൻ കൊടുക്കുക. ഇത് മസ്റ്റായിട്ടും ഇത് തന്നെ കൊടുക്കണം. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തന്നത്. സാലറി ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആകും. മന്ത്ലി ഇൻകം അവർ പറയുന്നത് 12,000 രൂപയോ അതിന് മുകളിലോട്ടായിരിക്കണം. നമുക്ക് 12,000 തന്നെ കൊടുക്കാം. ഇനി ലോൺ എമൗണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്തായിരിക്കും അവർ ലോൺ തരുന്നത്. ടെന്യൂരിറ്റിയും അതുപോലെ തന്നെ ആയിരിക്കും തരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഗെറ്റ് ലോൺ ഓഫേഴ്സ് കൊടുക്കാം ഇവിടെ. അപ്പോൾ അവർ വെരിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു 5 മിനിറ്റേ ആവുകയുള്ളൂ. നിങ്ങൾ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പോൾ മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം, എടുത്തു കളയാന്ന് പറഞ്ഞാൽ ആരും എടുക്കരുത്. അത് പിന്നീട് പുലിവാലാവും. ദയവ് ചെയ്ത് അങ്ങനെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അർജന്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീടുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും അർജൻസി വരുന്നെങ്കിൽ മാത്രം നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി വരും സമയങ്ങളിൽ പുതിയ NBFCകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ ചെറിയ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ച്, ഇപ്പോൾ ചെറിയ സിബിൽ മതി, അല്ലെങ്കിൽ ചെറിയ സാലറി മതി, അല്ലെങ്കിൽ തീരെ കുറഞ്ഞ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് NBFCകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ അതിന്റെ അപ്ഡേഷൻ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന NBFCയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.